അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B, C എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ത്രികോണം ABC-യുടെ കോണുകൾ എന്തൊക്കെയാണ്? In the figure below, O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? ചോദ്യത്തിലെ ചിത്രം ഇവിടെ വരച്ചിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ ABC-യിലെ ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C എത്രയാണെന്നാണ്. അപ്പം നമുക്ക് ആദ്യം ട്രയാങ്കിൾ OAB പരിഗണിക്കാം. കൺസിഡർ ട്രയാങ്കിൾ OAB. ട്രയാങ്കിൾ OAB ആണ് ഞാൻ ഈ മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ ട്രയാങ്കിളിലെ OA, OB എന്നീ വശങ്ങൾ തുല്യമാണ്. എന്തുകൊണ്ട്? OAയും OBയും ഈ വൃത്തത്തിലെ റേഡിയസ് ആരങ്ങളാണ്. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ റേഡിയസ് തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ട്രയാങ്കിൾ OABയിലെ OAയും OBയും തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരേ അടയാളം കൊണ്ട് ഇത് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് എന്തെഴുതാം? OA = OB, റേഡിയസ് ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കുമെന്ന്. അപ്പോൾ ഇവിടെ OA, OB എന്നീ വശങ്ങൾ തുല്യമാണ്. അപ്പം OA എന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ ഈ ആംഗിളും OB എന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ഈ ആംഗിൾ B മുഴുവനില്ല. അപ്പോൾ ഈ ആംഗിളിനെ നമുക്ക് ആംഗിൾ B എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ആംഗിൾ എങ്ങനെ പറയാം? ആംഗിൾ OBA. അപ്പോൾ ആംഗിൾ OBAയും ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ഇതും ആംഗിൾ A മുഴുവനില്ല. ആംഗിൾ OAB. ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? അപ്പോൾ ഈ വശത്തിനെതിരെയുള്ള ആംഗിൾ OBAയും ആംഗിൾ OBA = ഈ വശത്തിനെതിരെയുള്ള ആംഗിൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ OAB. ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണ്? ഒരു ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇനി നമുക്കറിയാം ഏത് ത്രികോണത്തിലെയും 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന്. അപ്പോൾ ത്രികോണം OABയിൽ ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ് വേണ്ടത്? 180 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ OAB പ്ലസ് ഈ ആംഗിൾ OBA പ്ലസ് ഈ ആംഗിൾ നമുക്ക് 120 ഡിഗ്രി ആണെന്നറിയാം. ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? ആംഗിൾ OAB പ്ലസ് ഈ ആംഗിളിൻ്റെ പേര് ആംഗിൾ OBA പ്ലസ് ഈ ആംഗിൾ 120 ഡിഗ്രി ആണെന്നറിയാം. 120 ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. = 180. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും? ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA കണ്ടുപിടിക്കാൻ ഈ 180ൽ നിന്ന് 120 കുറച്ചാൽ മതി. ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ നമുക്ക് 120 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളും കൂടെ കൂട്ടിയത് എത്രയായിരിക്കും? 180ൽ നിന്ന് 120 കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് വരും? ആംഗിൾ OAB പ്ലസ് ആംഗിൾ OBA = 180ൽ നിന്ന് 120 കുറച്ചാൽ എത്രയാ? 60. ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 60 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിളും തുല്യവുമാണ് അല്ലേ? അപ്പോൾ ആംഗിൾ OAB = ആംഗിൾ
OBA എത്ര വരും? നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ 60ൻ്റെ പകുതി എടുത്താൽ മതി. 60നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി, 30. അപ്പോൾ ഈ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതം വന്നു? 30. അപ്പോൾ ഈ ആംഗിൾ 30, ഈ ആംഗിളും 30. ഇനി നമുക്ക് ട്രയാങ്കിൾ OAC പരിഗണിക്കാം. കൺസിഡർ ട്രയാങ്കിൾ OAC. ഇവിടെ OAC എന്ന ട്രയാങ്കിളിലും OAയും OCയും തുല്യമാണ്. റേഡിയസ് ഓഫ് സെയിം സർക്കിൾ. അപ്പോൾ OA = OC, റേഡിയസ് ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. അപ്പം നമുക്കറിയാം ഒരു ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പം OA എന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ ട്രയാങ്കിൾ OACയിൽ ഏത് ആംഗിളാണ്? ഈ ആംഗിൾ. C മുഴുവനില്ല, ഇത്രയും ഭാഗം മാത്രം. പിന്നെ OC എന്ന വശത്തിനെതിരെയുള്ള ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ. ഇത് A മുഴുവനില്ല. ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ OAC. ഈ ആംഗിളിൻ്റെ പേരോ? ആംഗിൾ OCA. ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. എന്താ കാര്യം? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പം നമുക്ക് എന്താ എഴുതാം? OA = OC ആണ്. അതുകൊണ്ട് ആംഗിൾ OAC = ആംഗിൾ OCA. ഏതൊരു ത്രികോണത്തിലെയും 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പം ട്രയാങ്കിൾ OACയിൽ ഈ ആംഗിൾ 120 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 120 പ്ലസ് ഈ ആംഗിൾ OAC പ്ലസ് ഈ ആംഗിൾ OCA, ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളിൻ്റെയും തുക കണ്ടുപിടിക്കാൻ 3 കൂടെ കൂട്ടിയാൽ 180 ആണ്. 180ൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ 120 കുറച്ചാൽ മതി. അപ്പം 180 മൈനസ് 120, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂട്ടിയത് കിട്ടാൻ 180ൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ 120 ഡിഗ്രി കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA = 180ൽ നിന്ന് 120 കുറച്ചാൽ എത്രയാണ്? 60. ഇങ്ങനെ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സൈഡിൽ കുറച്ച് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് എന്തറിയാം? ഈ ട്രയാങ്കിൾ OACയിലെ ആംഗിൾ OACയും ആംഗിൾ OCAയും തുല്യമാണെന്നും അറിയാം. ഈ രണ്ട് ആംഗിളും തുല്യവുമാണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 60 ഡിഗ്രിയുമാണ്. അപ്പോൾ ഓരോ ആംഗിൾ എത്ര വരും? 60നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? 6നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 3, പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി. അപ്പോൾ ആംഗിൾ OAC എത്ര ഡിഗ്രി വന്നു? 30. ആംഗിൾ OCAയും 30 ഡിഗ്രി വന്നു. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് ആംഗിൾ AOB 120 ഡിഗ്രി എന്നും ആംഗിൾ AOC 120 ഡിഗ്രി എന്നും തന്നിട്ടുണ്ടായിരുന്നു. ആംഗിൾ BOC ചോദ്യത്തിൽ തന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആംഗിൾ BOC എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ BOC എത്രയായിരിക്കും? ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ BOC കണ്ടുപിടിക്കാൻ 360ൽ നിന്ന് 120 പ്ലസ് 120 240 കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ BOC സമം എന്ത് വരും? 360 മൈനസ് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 120 പ്ലസ് 120 240. 360ൽ നിന്ന് 240 കുറച്ചാൽ എത്രയാ? 0ന് 0 കുറച്ചാൽ 0, 6ന് 4 കുറച്ചാൽ 2, 3ന് 2 കുറച്ചാൽ 1. ആംഗിൾ BOC 120. അപ്പോൾ ഈ ആംഗിളും എത്ര ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടി? 120 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പോൾ ചോദ്യത്തിൽ ആംഗിൾ BOC എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ലായിരുന്നു. ആംഗിൾ BOC 120 ഡിഗ്രിയാണെന്ന് നമുക്ക് കിട്ടി. കാരണം ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ് വേണ്ടത്? 360, 360 ഡിഗ്രിയാണ് വേണ്ടത്. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഇനി 10ാം ക്ലാസ്സിൽ കൂടുതൽ പഠിക്കും.
ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ ബി സി പരിഗണിക്കാം. ഈ രണ്ട് ട്രയാങ്കിളിലും ചെയ്തതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ ബി സിയിൽ ഏതൊക്കെ വശങ്ങൾ തുല്യമാണ്? ഒ ബിയും ഒ സിയും തുല്യമാണ്. രണ്ടും ഒരേ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പം നമുക്കറിയാം ഒരു ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഒ ബിക്കെതിരെയുള്ള ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ ഒ സി ബിയും ഒ സിക്കെതിരെയുള്ള ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ ഒ ബി സിയും തുല്യമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഒ ബി സി ആണ്. ഇവിടെ ഒ ബി ഈക്വൽ ടു ഒ സി. എന്താണ് കാര്യം? റേഡിയസ് ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. അപ്പോൾ ഒ ബിക്കെതിരെയുള്ള ആംഗിൾ ഒ സി ബിയും ഒ സിക്കെതിരെയുള്ള ആംഗിൾ ഒ ബി സിയും തുല്യമാണ്. ഏതൊരു ത്രികോണത്തിലെയും 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയിൽ എന്ത് വരും? ഈ ആംഗിൾ എത്രയാണ്? 120 പ്ലസ് ആംഗിൾ ഒ ബി സി, ഈ ആംഗിൾ ഒ ബി സി പ്ലസ് ഈ ആംഗിൾ ഒ സി ബി. ഈ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് ഈ 120 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 180ൽ നിന്ന് 120 കുറച്ചാൽ 60 അപ്പോൾ ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിൾ ഒ ബി സിയിൽ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും തുല്യമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ആംഗിൾ ഒ ബി സിയും ആംഗിൾ ഒ സി ബിയും തുല്യവുമാണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 60 ഡിഗ്രിയുമാണ്. അപ്പോൾ ഓരോ ആംഗിൾ എത്ര വരും? അത് കണ്ടുപിടിക്കാൻ 60നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 3. പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഈ ആംഗിൾ എത്ര വന്നു? 30. ഈ ആംഗിളും എത്ര വന്നു? 30. നമുക്കിവിടെ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ മുഴുവനായിട്ട് എത്ര വരും? 30 പ്ലസ് 30 60. അപ്പോൾ ആംഗിൾ എ 60 ഡിഗ്രി കിട്ടി. ആംഗിൾ ബിയും എത്ര തന്നെ കിട്ടും? 60. ആംഗിൾ ബി ഈക്വൽ ടു 60 അല്ലേ? 30 പ്ലസ് 30. അതേപോലെ ആംഗിൾ സിയും 60 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു 30 പ്ലസ് 30 60. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്.